ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. രണ്ട് പച്ചമാങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് മുറിച്ചതാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ റോക്ക് സോൾട്ടാണ് ഇടുന്നത്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. അതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അത് നല്ലെണ്ണ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണിത് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ പൊടിച്ചത്, കടുക് പൊടിച്ചത്, കായം, പിന്നെ വിനീഗർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ 4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചേർക്കാം. പച്ചമുളക് ഒരു 4 എണ്ണം ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നേരത്തെ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. പിന്നെ കടുക് പൊടിച്ചതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉലുവയും കടുകൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ അതുകൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് കായം പൊടിച്ചത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കായം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി വിനീഗർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം.
മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം വിനീഗർ ചേർക്കാൻ വേണ്ടിയിട്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അധികം ചേർക്കേണ്ട, പുളി കുറവാണെങ്കിൽ കുറച്ചധികം വിനീഗർ ചേർക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. വിനീഗർ ചേർത്തതിന് ശേഷം ഒന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി, അധികം തിളക്കാൻ പാടില്ല. ചെറുതായിട്ട് ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. കടലിൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഗ്ലാസ് ജാറിലേക്കെല്ലാം മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണിത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.